രണ്ട് ലൈൻസ് വെച്ച് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ലൈൻസിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ആ പോയിൻറ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ പറയാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഈ ലൈൻസിനെ പറ്റി പഠിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതായിരിക്കാം. ഈ രണ്ട് ലൈൻസ് എങ്ങനെ ഇരിക്കണേ? ഒരു ലൈൻസ് ഇങ്ങനെ അല്ലേ, അതായത് ഈ ലൈൻ ഇങ്ങനെ, ഈ ലൈൻ ഇങ്ങനെ. അപ്പോൾ ഈ ലൈനിൻ്റെ പേരാണ് എന്ത്? ഹൊറിസോണ്ടൽ ലൈൻ. ഈ ലൈനിൻ്റെ പേരാണ് വെർട്ടിക്കൽ ലൈൻ. ഇതിനെ മനസ്സിലാക്കാനായിട്ട് ഒരു ഇത് ഓർത്ത് വെച്ചാൽ മതി. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ആ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എച്ച് അല്ലേ? ആ എച്ചിൻ്റെ ഈ നടുക്കത്ത് ഈ വര കണ്ടില്ലേ? ഈ ലൈൻ പോലെയാണ് എന്ത്? ഹൊറിസോണ്ടൽ ഇരിക്കുക. എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ഇതിന് മലയാളത്തിൽ വിലങ്ങനെ എന്നാണ് പറയുക, വിലങ്ങനെയുള്ള വര. ഇനി ഹൊറിസോണ്ടൽ ഇതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും എന്ത്? വെർട്ടിക്കൽ ലൈൻ. ഹൊറിസോണ്ടലും വെർട്ടിക്കലും മനസ്സിലായല്ലോ? ഇതിൻ്റെ മലയാളം കുത്തനെയുള്ള വര. അപ്പോൾ ആക്സിസിനെ പറ്റി മനസ്സിലായി. രണ്ട് ആക്സിസാണ് പഠിക്കാനുള്ളത്. രണ്ട് ആക്സിസ് ഒന്നുമല്ല, 3D എടുക്കുമ്പോൾ നമുക്ക് 3 ആക്സിസ് ഒക്കെ പഠിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ എക്സും വൈയും ആക്സിസ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ x' എന്ന് പറയുന്നത് x ആക്സിസും y ഡാഷ് എന്ന് പറയുന്നത് y ആക്സിസും ആണെന്ന് മനസ്സിലായി. ഇനി x' എന്ന് പറയുന്നതാണ് എന്ത്? ഹൊറിസോണ്ടൽ ലൈൻ, അതായത് വിലങ്ങനെ. ഹൊറിസോണ്ടലിൻ്റെ എച്ചിൻ്റെ ഈ വര ഓർക്കുക. ഇനി y ഡാഷ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ, കുത്തനെയുള്ള വര എന്ന് മനസ്സിലായി. ഇനി ഇവിടെ നമ്മൾ ഈ ഒറിജിനിന്ന് ഇതാണ് എന്ത്? രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യണ ഈ പോയിൻ്റാണ് എന്ത്? ഒറിജിൻ. ഇനി ഒറിജിനിന്ന് റൈറ്റിലേക്ക് എക്സ് ആക്സിസിലുള്ള പോയിൻ്റുകളൊക്കെ നമ്മൾ പോസിറ്റീവിലാണ് മാർക്ക് ചെയ്യുക. ഒറിജിനിന്ന് റൈറ്റിലേക്ക്. ഇനി ഒറിജിനിന്ന് ലെഫ്റ്റിലേക്ക് അപ്പോൾ എന്തായിരിക്കും മാർക്ക് ചെയ്യുക? നെഗറ്റീവ്. അതായത് ഇവിടെ ഡാഷ് കണ്ട, ഈ ഡാഷ് ഉള്ളിടത്തൊക്കെ എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇവിടെ ഈ താഴെയും നെഗറ്റീവായിരിക്കും y ഡാഷിൻ്റെ അവിടെ. അപ്പോൾ ഒറിജിനിന്ന് റൈറ്റിലേക്ക് പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് നെഗറ്റീവ്, അത്ര മനസ്സിലായി. ഇനി ഒറിജിനിന്ന് മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ്. കണ്ട, ഇവിടെ എന്താണ്? y ഡാഷാണ്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. കോർഡിനേറ്റ്സ് എപ്പോഴും പെയറായിട്ടാണ് എഴുതുക. കോർഡിനേറ്റ്സ് എപ്പോഴും പെയറാണ്, അതായത് രണ്ട് നമ്പേഴ്സ് ഉണ്ടാവും. അത് ആദ്യം എഴുതണത് എക്സ് കോർഡിനേറ്റും രണ്ടാമത് എഴുതണത് y കോർഡിനേറ്റും ആണ്. കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ പറഞ്ഞു തരുന്ന സംഖ്യകളാണ് എന്ത്? കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോർഡിനേറ്റ്സിൽ ഫസ്റ്റ് എപ്പോഴും വരേണ്ടത് എക്സ് ആക്സിസിലെ നമ്പറും രണ്ടാമത് പറയണത് എപ്പോഴും y ആക്സിസിലെ നമ്പറും ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ സൂചകമായിട്ടാണ് ഇവിടെ y എന്ന് കൊടുത്തിരിക്കണം. അതിൻ്റെ ഉദ്ദേശം എന്താ? ഫസ്റ്റ് നമ്പർ എപ്പോഴും ഈ പോയിൻ്റ് ഈ ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഇത്ര ദൂരത്തിലാണ് കിടക്കുന്നത്. y എന്ന് പറഞ്ഞ ഈ നമ്പർ എന്താ ഉദ്ദേശിക്കണേ? ഈ പോയിൻ്റ് ഒറിജിനിൽ നിന്ന് ഇത്ര ദൂരത്തിലാണ്, വൈയുടെ ആക്സിസിൻ്റെ ഇത്ര ദൂരത്തിലേക്കായിട്ടാണ് കിടക്കണേ എന്നുള്ളതാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? ഈ പോയിൻ്റ് കിടക്കണത് ഒറിജിനിൽ നിന്ന് ഇത്രയും ദൂരെ, അതായത് ഇതാണ് എന്ത്? എക്സ് കോർഡിനേറ്റ്. ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിൽ എത്ര ദൂരെയായിട്ടാണ് കിടക്കണത്? അപ്പോൾ അതാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്, അതായത് 3 അല്ലേ? ഇവിടെ ഏതാ? 3. ഇനി ഇത് നോക്കിയേ, ഈ പോയിൻ്റ് ഇവിടെ നിന്ന് എത്ര മുകളിലേക്കായിട്ടാണ് കിടക്കണേ? ഇനി ഇത് താഴെയാണെങ്കിൽ ഇത് എത്ര താഴേക്കായിട്ടാണ് കിടക്കണേ? അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയേ, ഇവിടെ നിന്ന് എത്ര താഴേക്ക് അത് എത്ര മുകളിലേക്കാണ് കിടക്കണത്? ഒരു 4 പോയിൻ്റ് മുകളിലേക്ക്. അപ്പോൾ ഇതിൻ്റെ y കോർഡിനേറ്റ് എന്താ? 4. അപ്പോൾ ഈ പോയിൻ്റ് ഏതാ? 3, 4. ഇനി 3, 4 എന്ന് പറഞ്ഞ് വേറെ വല്ല പോയിൻ്റ് ഉണ്ടാവോ? ഇല്ല. ഈ ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ ഈ ഒരു പോയിൻറ്റിന് മാത്രമുള്ളതാണ്. മനസ്സിലായോ? ഇനിയിപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടു എന്ന് വിചാരിച്ചോ. റാൻഡംലിയാണ് ഞാൻ ഇവിടെ ഇടണേ, കറക്റ്റ് അളവൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടു എന്ന് വിചാരിച്ചോ. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ എഴുതണം? എക്സ് കോർഡിനേറ്റ് എഴുതണം, പിന്നെയാണ് y കോർഡിനേറ്റ് എഴുതേണ്ടത്. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിലേക്കുള്ള ഇത് എത്രയാണ്?
അപ്പോൾ ഇവിടെ ഈ പോയിൻ്റ് ഇവിടെ എടുക്കുക. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഇവിടെ നിന്ന് എത്രയാണ്, -5 അല്ലേ? ഈ പോയിൻ്റ് -5 ആണ്. അപ്പോൾ ഇവിടെ 0.5 ഇട്ടു. ഇനി ഇത് നോക്കിയേ, ഒറിജിനിൽ നിന്ന് താഴേക്ക് എത്രത്തോളം താഴേക്കാണ്, അതായത് ഇവിടെ ഒരു 4 ഇത് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഏതാ, y കോർഡിനേറ്റ് ഏതാ, 4. അപ്പോൾ ഈ പോയിൻ്റ് കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്, -5 -4. അപ്പോൾ ഇവിടെ രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ഇത് രണ്ടും നെഗറ്റീവാണ് എന്ന് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, ഇത് ഈ ഒരു സെക്ഷനിലുള്ളതാണ്. ഈ ഒരു സെക്ഷൻ നോക്കിയേ, ഇവിടെ എല്ലാം എന്തായിരിക്കും, ഓൾ പോസിറ്റീവായിരിക്കും. ഇവിടെ എല്ലാം എന്തായിരിക്കും, ഓൾ നെഗറ്റീവായിരിക്കും. ബാക്കി രണ്ട് സെക്ഷനിലും നോക്കിയേ എന്ത്, -x-ഉം +y ആയിരിക്കും. അതായത് x ആക്സിസിലുള്ളതൊക്കെ നെഗറ്റീവും y ആക്സിസൊക്കെ പോസിറ്റീവും. ഇനി ഈ സെക്ഷൻ നോക്കിയേ, x പോസിറ്റീവും y എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി കോർഡിനേറ്റ്സ് എങ്ങനെയാണ്. ഇനി അടുത്തൊരു മെയിൻ ഇത് പഠിക്കാനുള്ളത് നോക്കിയേ, ഈ x ആക്സിസിലെ എല്ലാ പോയിൻറ്റിൻ്റെയും y കോർഡിനേറ്റ് എന്തായിരിക്കും, x ആക്സിസിലുള്ള, അതായത് ഈ ലൈനിലുള്ള ഓരോ പോയിൻറ്റിൻ്റെയും y കോർഡിനേറ്റ് എന്തായിരിക്കും. ഇവിടെ എത്രയാ, x കോർഡിനേറ്റ് 1 ആണ്. അപ്പോൾ y കോർഡിനേറ്റ് എത്രയാ, ഒറിജിനിൽ നിന്ന് എത്രത്തോളം മുകളിലേക്കോ താഴേക്കോ ഈ പോയിൻ്റ് പോയിട്ടേ ഇല്ല. ഈ പോയിൻ്റ് ഇരിക്കുന്നത് തന്നെ എവിടെയാണ്, x ആക്സിസിലാണ്. അപ്പോൾ അതുകൊണ്ട് x ആക്സിസിലുള്ള എല്ലാ പോയിൻറ്റിൻ്റെയും y കോർഡിനേറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഈ പോയിൻ്റ് എങ്ങനെ എഴുതാം, 1 0. ഈ പോയിൻ്റ് എന്തായിരിക്കും, 2 0. ഈ പോയിൻ്റ് 3 0. മനസ്സിലായല്ലോ? അതായത് x ആക്സിസിലെ പോയിൻറ്റുകളുടെ എല്ലാം y കോർഡിനേറ്റ്സ് 0 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ്, ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താ, x ആക്സിസിൽ ഇത് -4, y ആക്സിസിൽ ഒറിജിനിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ പോയിട്ടില്ല. അപ്പോൾ ഇതെന്താണ്, 0. സെയിം ഇത് തന്നെ y ആക്സിസിലുള്ള പോയിൻറ്റിലും ഉണ്ട്. അപ്പോൾ y ആക്സിസിൽ ഒരു പോയിൻ്റ്, ഇപ്പോൾ 4 എന്ന ഈ പോയിൻ്റ് എടുത്തു. അപ്പോൾ നമുക്ക് x കോർഡിനേറ്റ് എന്താണെന്ന് നോക്കാം. x കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഉള്ള ആ ഡിസ്റ്റൻസാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പോയിൻ്റ് ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നീങ്ങിയിട്ടുണ്ടോ, ഇല്ല. ഇത് y ആക്സിസിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിയിട്ടില്ല. അതുകൊണ്ട് ഈ y ആക്സിസിലുള്ള പോയിൻറ്റുകളുടെ x കോർഡിനേറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. y കോർഡിനേറ്റ് 4. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് എത്രയാണ്, 0 8. അതായത് y ആക്സിസിലെ പോയിൻറ്റുകളുടെ x കോർഡിനേറ്റ് 0യും x ആക്സിസിൻ്റെ ഉള്ളിലെ പോയിൻറ്റുകളുടെ y കോർഡിനേറ്റ് 0യും ആയിരിക്കും. ഇനി ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്താണെന്ന് നോക്കുക. ഒറിജിൻ്റെ കോർഡിനേറ്റ് ആണ് 0 0. മനസ്സിലായല്ലോ? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 0. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ്, ഇവിടെ നിന്ന് മുകളിലേക്ക് പോസിറ്റീവ്, ഇവിടെ നിന്ന് താഴേക്ക് നെഗറ്റീവ്. അപ്പോൾ ഇത്ര മനസ്സിലായി. ഇനി ഇത് ചുരുക്കി പെട്ടെന്ന് പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ് എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം. x ആക്സിസും y ആക്സിസും. x ആക്സിസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് വായിക്കുമ്പോൾ x' എന്ന് വായിക്കാം. y ആക്സിസ് അപ്പ് ടു ഡൗൺ ആണ്, y' എന്ന് വായിക്കും. ഇനി ഇതിൽ x' അല്ലെങ്കിൽ x ആക്സിസ് ആണ് എന്ത്, ഹൊറിസോണ്ടൽ ലൈനായിട്ടിരിക്കുക. ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ എന്താ, വിലങ്ങനെയുള്ള വര, അതായത് ഇങ്ങനെ എച്ചിൻ്റെ ആ നടുക്കത്തെ വര ഓർക്കുക. ഇനി വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, കുത്തനെയുള്ള വര, അതായത് ഇങ്ങനെ. ഇതാണ് y ആക്സിസ്, ഇതാണ് x ആക്സിസ്, അത്രേ ഉള്ളൂ. ഇനി കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ലൊക്കേഷൻ ഓഫ് എ പോയിൻ്റ് ആസ് എ പെയർ ഓഫ് നമ്പേഴ്സ്. ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ ഒരു പെയർ ഓഫ് നമ്പേഴ്സിൽ കൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കി തരുന്നതാണ് എന്ത്, കോർഡിനേറ്റ്സ് എന്ന് പറയണത്. അപ്പോൾ എപ്പോഴും ആ പെയർ എഴുതാൻ എങ്ങനെയാണ്, എക്സ് വൈ എന്ന രീതിക്കാണ്. വൈ എക്സ് എന്ന് എഴുതില്ല ഒരിക്കലും. എപ്പോഴും ഫസ്റ്റ് എഴുതേണ്ടത് എക്സ് കോർഡിനേറ്റ് ആണ്, രണ്ടാമത് എഴുതേണ്ടത് വൈ കോർഡിനേറ്റ് ആണ്. ഇനി എക്സ് 0 എന്നാണ് പോയിൻ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ അർത്ഥം ഇതിൽ വൈ കോർഡിനേറ്റ് ഇല്ല, വൈ കോർഡിനേറ്റ് 0 ആണ്. അതിൻ്റെ അർത്ഥം പോയിൻ്റ് എവിടെയാണ്, എക്സ് ആക്സിസിലാണ്. മനസ്സിലായില്ലേ? പോയിൻ്റ് ഇപ്പോൾ വരാണ്. ഇപ്പോൾ പോയിൻ്റ് തന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, പോയിൻ്റ് തന്നിരിക്കുന്നത് 1 0. ഇതിൻ്റെ അർത്ഥം എന്താണ്,
ആ പോയിൻ്റ് ഇതാണ്, എക്സ് ആക്സിസിലാണ് പോയിൻ്റ്. ഇനി 0-4 എന്നാണ് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പോയിൻ്റ് ഇതാണ് അല്ലേ, അതായത് എക്സ് ആക്സിസിലില്ല, വൈ ആക്സിസിൽ എവിടെയാണ് -4. അപ്പോൾ അത് വൈ ആക്സിസിലുള്ള പോയിൻ്റാണ്. അപ്പോൾ എക്സ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൈ കോർഡിനേറ്റ് 0 ആണ്. അതിൻ്റെ അർത്ഥം ആ പോയിൻ്റ് എക്സ് ആക്സിസിൽ ലൈ ചെയ്യണ പോയിൻ്റാണ്. 0y എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് കോർഡിനേറ്റ് 0 ആണ്. അതായത് ആ പോയിൻ്റ് വൈ ആക്സിസിൽ ഒക്കെ എടുക്കണ പോയിൻ്റ്. ഇപ്പോൾ ഒരു പോയിൻ്റ് പറയാണ് x=2 എന്നാണ് പോയിൻ്റ് എന്നുണ്ടെങ്കിൽ അത്രേ പറഞ്ഞിട്ടുള്ളൂ, x=2 എന്ന് മാത്രം. അപ്പോൾ ആ പോയിൻ്റ്, ആ ലൈൻ എങ്ങനെയാണ് വരയ്ക്കുക? അതായത് x=2 എന്ന് പറയുന്ന ഇതാണ് ആ ലൈൻ. ഈ ലൈനിലെ എക്സ് ആക്സിസുകൾ ഈ ലൈനിൽ ഏത് ഭാഗത്ത് എടുത്ത് നോക്കിയാലും ഇതിലെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ. ഈ ലൈനിലെ ഏത് പോയിൻ്റ്, ഇപ്പോൾ ഇവിടുത്തെ ഒരു പോയിൻ്റ് എടുത്തു, ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ് നോക്കുക? ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്ക് എത്ര ഡിസ്റ്റൻസ് അവിടെ? 2 ആണ് അല്ലേ. അപ്പോൾ ഈ ഇതെല്ലാം ഈ ലൈൻ്റെ ഇതെന്താണ്? x=2 എന്നാണ് ഈ ലൈൻ്റെ ഇത്. ഈ ലൈൻ്റെ പ്രത്യേകത എന്താണ്? ഇത് വൈ ആക്സിസിനോട് പാരലലാണ് അല്ലേ, ഇത് വൈ ആക്സിസിനോട് പാരലലാണ്. അടുത്തൊരു പോയിൻ്റ് നോക്കിയേ, y=4 എന്ന് പറഞ്ഞൊരു ലൈൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിലെ എല്ലാ പോയിൻറ്റിലും വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. y=4 എന്ന് പറഞ്ഞാൽ ഈ ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒറിജിനിൽ നിന്ന് മുകളിലേക്കുള്ള ദൂരം എടുത്തു കഴിഞ്ഞാൽ ഈ പോയിൻറ്റിൻ്റെ ഇവിടെ നോക്കിയാൽ എത്ര തന്നെയായിരിക്കും ദൂരം? 4 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. മനസ്സിലായില്ല? ഈ ലൈൻ ഏത് ആക്സിസിന് പാരലലാണ്? എക്സ് ആക്സിസിന് പാരലലാണ് അല്ലേ. അതായത് ഇത്രേ ഉള്ളൂ, x=a എന്ന ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിന് പാരലലായിരിക്കും? വൈ ആക്സിസിന് പാരലലായിരിക്കും. ഇനി y=a എന്ന ഒരു ലൈൻ വരയ്ക്കുക. a എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ, ഒരു ഇൻറ്റിജർ. ഇനി അത് ഏതിന് പാരലലായിരിക്കും? എക്സ് ആക്സിസിന് പാരലലായിരിക്കും. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ എഴുതിക്കണം. x=a എന്ന് പറയുന്നത് എന്താ ഇംപ്ലൈ ചെയ്യുന്നത്? ഇംപ്ലൈസ് ദാറ്റ് ദ ലൈൻ ഈസ് പാരലൽ ടു വൈ ആക്സിസ്. y=a എന്ന് പറഞ്ഞാൽ എന്താ ഇംപ്ലൈ ചെയ്യുന്നത്? ലൈൻ ഈസ് പാരലൽ ടു ദ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫോളോയിങ് ദ വൈ കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ഓൺ ദ എക്സ് ആക്സിസ്. എന്താണ്? എക്സ് ആക്സിസിലുള്ള പോയിൻറ്റ്സുകളുടെയൊക്കെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ആക്സിസിലെ പോയിൻറ്റുകൾ, ഇപ്പോൾ 1 എന്ന പോയിൻ്റ് എടുത്തു. ഈ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ്, അതായത് ഈ പോയിൻ്റ് ഈ ഒറിജിനിൽ നിന്ന് എത്ര മുകളിലേക്കോ താഴേക്കോ പോയിട്ടുണ്ട്, അതാണ് അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയണത്. അപ്പോൾ ഈ പോയിൻ്റ് ഈ ഒറിജിനിൻ്റെ ഈ പൊസിഷനിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ പോയിട്ടുണ്ടോ? ഇല്ല. കാരണം ഈ പോയിൻ്റ് അവിടെ ഇരിക്കണതാണ്, എക്സ് ആക്സിസിൽ ഇരിക്കണതാണ്. അതുകൊണ്ട് ഇതിന് വൈ കോർഡിനേറ്റ് ഇല്ല. എക്സ് ആക്സിസിൽ ഇരിക്കുന്ന പോയിൻറ്റിന് വൈ കോർഡിനേറ്റും ഇല്ല, വൈ ആക്സിസിൽ ഇരിക്കുന്ന പോയിൻറ്റിന് എക്സ് കോർഡിനേറ്റും ഇല്ല. അപ്പോൾ എക്സ് ആക്സിസിലുള്ള പോയിൻറ്റ്സിൻ്റെ ഒക്കെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ ആൻസർ 0. അടുത്തത് എന്താ? എക്സ് കോർഡിനേറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓൺ ദ വൈ ആക്സിസ്. വൈ ആക്സിസിലുള്ള പോയിൻറ്റ്സ് ഇതുപോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇപ്പോൾ ഈ വൈ ആക്സിസിലിരിക്കുന്ന പോയിൻ്റ് ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ മാറിയിട്ടുണ്ടോ? ഇല്ല. അത് വൈ ആക്സിസിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലെ എക്സ് കോർഡിനേറ്റ്സ് ഒക്കെ എന്താണ്? 0 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ഓൺ ദ വൈ ആക്സിസ് ആൻസർ എന്താ? 0. അടുത്തത് ദ കോർഡിനേറ്റ്സ് ഓഫ് ഒറിജിൻ. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്താ? ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് പറഞ്ഞു 0, 0. അതായത് ഒറിജിനിൽ എക്സ് എന്ന് പറഞ്ഞ കോർഡിനേറ്റ്, അതായത് അങ്ങോട്ടും നീങ്ങിയിട്ടില്ല ഇങ്ങോട്ടും നീങ്ങിയിട്ടില്ല, 0. വൈ മുകളിലേക്കും പോയിട്ടില്ല താഴേക്കും പോയിട്ടില്ല, അത് 0. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കണത്? ഒറിജിൻ എന്ന് വിളിക്കണത്. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് ഒറിജിൻ എപ്പോഴും എത്രയാണ്? 0, 0. ഇനി അടുത്തത് ദ വൈ കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ഓൺ ദ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ത്രൂ ദ പോയിൻ്റ് 0, 1. ആദ്യം തന്നെ 0, 1 എന്ന പോയിൻ്റ് എവിടെയാണ്? നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണം. 0, 1 അതായത് എക്സ് കോർഡിനേറ്റ് ഇല്ല,
എക്സ് എന്താണ്, എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ, അത് എത്രയാണ്, 1 ആണ്. അപ്പോൾ അത് എവിടെയുള്ള പോയിൻ്റാണ്, വൈ ആക്സിസിലുള്ള പോയിൻ്റാണ്. എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് അത് ഏത് പോയിൻ്റാണ്, വൈ ആക്സിസിലെ പോയിൻ്റാണ്. അതായത് ഇത് ഇവിടെ 1, ഈ പോയിൻറ്റിൻ്റെ പേരാണ് എന്ത്, 0, 1 എന്ന് പറയണത്. അപ്പോൾ ഈ പോയിൻ്റിൽ കൂടെ കടന്നു പോണ ലൈൻ എന്തിന് പാരലലാണ്, എക്സ് ആക്സിസിന് പാരലലാണ് അല്ലേ. അപ്പോൾ ഈ ലൈനിലെ ഓരോ പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് എത്രയാണ്. അപ്പോൾ ഈ ലൈനിൽ ഏത് പോയിൻ്റ് എടുത്താലും ഈ പോയിൻ്റ് ഈ ഒറിജിനിൽ നിന്ന് എത്രത്തോളം മുകളിലേക്ക് വന്നിട്ടുണ്ട്, അതാണ് അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയണത്. അപ്പോൾ ഇത് എത്രയാണ്, 1 അല്ലേ. ഇവിടെ ഈ പോയിൻ്റ് തന്നെ 0, 1 ആണ്. ഈ ലൈനിൽ കൂടെ ഈ പോയിൻ്റിൽ കൂടെ പോണതാണ് ഈ ലൈൻ. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണ്, 1. ഈ ലൈനിൽ ഏത് പോയിൻ്റ് എടുത്താലും എപ്പോഴും വൈ കോർഡിനേറ്റ്, അതായത് ഒറിജിനിൽ നിന്ന് മുകളിലേക്കുള്ള ഈ ദൂരം എത്ര തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ദ വൈ കോർഡിനേറ്റ് ഓഫ് പോയിൻ്റ് ഓൺ ദ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ത്രൂ ദ പോയിൻ്റ് 0, 1. ആൻസർ എന്താ, 1. ഇനി അടുത്തത് എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിൻറ്റ്സ് ഓൺ ദ ലൈൻ പാരലൽ ടു ദ വൈ ആക്സിസ് ത്രൂ ദ പോയിന്റ്. അതായത് 1, 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എക്സ് എന്ന് പറയുന്നത് 1, അതായത് ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക്, നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക്, പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റിലേക്ക്. അപ്പോൾ ഒറിജിനിൽ നിന്ന് പോസിറ്റീവ് റൈറ്റിലേക്ക് 1 ആണ് നീങ്ങിയിട്ടുള്ളത്. പിന്നെ മുകളിലേക്കോ താഴേക്കോ നീങ്ങിയിട്ടുണ്ടോ, ഇല്ല, കാരണം ഇവിടെ വൈ കോർഡിനേറ്റ് എന്താ, 0 ആണ്. അതുകൊണ്ട് പോയിൻ്റ് എവിടെയൊക്കെ എടുക്കണ പോയിൻ്റ്, എക്സ് ആക്സിസിൽ എടുക്കുന്നതാണ്. ആക്സിസിൽ ലൈ ചെയ്യണ പോയിൻ്റാണ് ഈ 1, 0 എന്ന പോയിൻ്റ്. ഏത് ആക്സിസിൽ, എക്സ് ആക്സിസിൽ ലൈൻ ചെയ്യണ പോയിൻ്റാണ് ഈ 1, 0. ഈ പോയിൻറ്റിൻ്റെ പേരാണ് എന്ത്, 1, 0. ഈ പോയിൻറ്റിൽ കൂടെ കടന്നു പോകണ വൈ ആക്സിസിന് പാരലലായിട്ടുള്ള ലൈൻ, അത് ഏത് ലൈനാണ്, ഈ ലൈനായിരിക്കും. മനസ്സിലായോ. ഈ 1, 0 എന്ന പോയിൻറ്റിൽ കൂടെ കടന്നു പോണ വൈ ആക്സിസിന് പാരലലായിട്ടുള്ള ഈ ലൈൻ്റെ വൈ കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പോയിൻറ്റുകൾ, അതായത് ഈ ലൈനിൽ ഓരോരോ പോയിൻ്റ് എടുത്താലും ഈ പോയിൻ്റൊക്കെ ഈ ഒറിജിനിൽ നിന്ന് എത്രത്തോളം റൈറ്റിലോട്ട് നീങ്ങിയിട്ടാണ് ഇരിക്കുന്നത്, 1 അല്ലേ. സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 1 സെൻറ്റിമീറ്റർ ആണ് അകലെയാണ് ഈ പോയിൻറ്റുകളൊക്കെ ഇരിക്കുന്നത് അല്ലേ. മനസ്സിലായില്ല. 1, 0 എന്ന പോയിൻറ്റിൽ കൂടെ കടന്നു പോകുന്ന വൈ ആക്സിസിന് സമാന്തരമായിട്ടുള്ള ഈ രേഖ അല്ലെങ്കിൽ ഈ വര, ഈ ലൈൻ, ഇതിലെ പോയിൻറ്റുകളുടെ എക്സ് കോർഡിനേറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പോയിൻറ്റുകളുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം, ഈ പോയിൻറ്റുകളൊക്കെ ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എത്രത്തോളം നീങ്ങിയിട്ടുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്, എല്ലാ പോയിൻറ്റും എക്സ് ഭാഗത്തേക്ക് എത്രത്തോളമാണ് നീങ്ങിക്കണം, 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്, ആൻസർ 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പേജ് നമ്പർ 135 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 3 വെർട്ടീസസ് ഓഫ് ദ റെക്റ്റാങ്കിൾ ബിലോ. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, എത്രയാണ്, 4, 3 എന്ന് പറഞ്ഞിട്ട്. ഇനി ബാക്കി നമുക്ക് ഈ വെർട്ടെക്സിൻ്റെ ഇതിൻ്റെ അങ്ങനെ ഈ 3 വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സുകളാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കണ ഈ വെർട്ടെക്സ് വെച്ചിട്ട് ബാക്കി നമുക്ക് എല്ലാം എഴുതാൻ പറ്റും. ഇവിടെ ഈ 4, 3 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആദ്യത്തെ ഈ 4 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 4, ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ആണ് 3 എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ നമ്പർ ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്ക് എത്ര നീങ്ങിയിട്ടാണ്, 4 സെൻറ്റിമീറ്റർ നീങ്ങിയിട്ടാണ്. ഇനി ഒറിജിനിൽ നിന്ന് മുകളിലേക്ക് എത്ര സെൻറ്റിമീറ്റർ നീങ്ങിയിട്ടാണ്, 3 സെൻറ്റിമീറ്റർ നീങ്ങിയിട്ടാണ്. അപ്പോൾ ഇത് 4ഉം ഇത് 3ഉം ആണെന്നും കിട്ടി. മനസ്സിലായില്ല, മാറിപ്പോവരുത്. എക്സ് ആണ് 4, വൈ 3 ആണ്. ഇനി നമുക്ക് ബാക്കി ഈ വെർട്ടെക്സ് നോക്കാം. ഈ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടെക്സ് കെടുക്കണത് എവിടെയാണ്, വൈ ആക്സിസിലാണ് അല്ലേ. ഈ വെർട്ടെക്സ് കെടുക്കണത് തന്നെ വൈ ആക്സിസിലാണ്, ഇതുപോലെയല്ല, ഇത് ആക്സിസിൽ കിടക്കണ വെർട്ടെക്സ് അല്ലെങ്കിൽ പോയിൻ്റാണ്. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതാം, വൈ ആക്സിസിലുള്ള പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും, എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും,
വൈ കോർഡിനേറ്റ് എന്താ ഇവിടെ 3. മനസ്സിലായില്ല? ഈ പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് ഉണ്ടോ? ഇല്ല, കാരണം ഈ പോയിന്റ് വൈ ആക്സിസിലാണ് ഇരിക്കണത്. ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എപ്പോഴും 0. വൈ ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും 0 ആയിരിക്കും അതിൻ്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇത് 0, 3 കിട്ടി. അടുത്ത വെർട്ടെക്സ് ഏതാണ്? ഇതാണ് അല്ലേ? ഇത് നമുക്കറിയാം, ഇതെന്താണ്? നമ്മുടെ ഒറിജിനാണ്. ഒറിജിനിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? 0, 0. അപ്പോൾ ഈ വെർട്ടെക്സിൻ്റെയും കോർഡിനേറ്റ്സ് കിട്ടി 0, 0. ഇനി ഒരെണ്ണം കൂടി അവശേഷിക്കണുള്ളൂ, ഈ പോയിന്റ്. ഈ വെർട്ടെക്സ് നോക്കിയേ, ഈ വെർട്ടെക്സ് ഇരിക്കണത് ഏത് ആക്സിസിലാണ്? എക്സ് ആക്സിസിലാണ് അല്ലേ? എക്സ് ആക്സിസിലെ ഒരു പോയിൻ്റാണ് ഈ വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ആക്സിസിലെ പോയിൻറ്റുകളുടെയൊക്കെ വൈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് ആക്സിസിലെ പോയിൻറ്റുകൾക്ക് എക്സ് കോർഡിനേറ്റ് ഉണ്ടാവുള്ളൂ, വൈ കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഈ പോയിൻ്റ് എന്താണ്? 4 ആണ് എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എന്താ? 0. അപ്പോൾ നമുക്ക് 3 വെർട്ടിസസിൻ്റെയും കോർഡിനേറ്റ്സ് കിട്ടി. മനസ്സിലായില്ല? ആദ്യം തന്നിരുന്നത് 4, 3 ആണ്. അതിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടി, വൈ കിട്ടി. ഇനി ഈ വൈ ഇവിടുത്തെ ഈ വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ, ഇത് വൈ ആക്സിസിൽ ലൈ ചെയ്യണതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആയി. ഇനി ഇത് ഒറിജിൻ ആയതുകൊണ്ട് 0, 0 ആയി. ഈ പോയിൻ്റ് എക്സ് ആക്സിസിൽ ലൈ ചെയ്യണതുകൊണ്ട് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയി. ഇനി ഇതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the rectangle shown below, the sides are parallel to the axis and the origin is the midpoint. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സൈഡ്സൊക്കെ എന്താണ്? പാരലലാണ്. അതായത് ഈ സൈഡുകളൊക്കെ എക്സ് ആക്സിസിനും വൈ ആക്സിസിനൊക്കെ പാരലലായിരിക്കും. അതായത് ഇത് എക്സ് ആക്സിസിന് പാരലൽ, ഇതും എക്സ് ആക്സിസിന് പാരലൽ. ഈ 2 ലൈൻസ് വൈ ആക്സിസിന് പാരലലായിരിക്കും. ഇനി ഒറിജിൻ എന്ന് പറയണത് എന്താണ്? മിഡ് പോയിൻ്റ് ആണ് എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എന്ത് തന്നിട്ടുണ്ട്? ഒരു വെർട്ടെക്സ് തന്നിട്ടുണ്ട്. ബാക്കി 3 വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 3ഉം 2ഉം ആണ്. അതായത് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 3ഉം വൈ കോർഡിനേറ്റ് 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടുത്തെ ഈ പോയിൻ്റ് എത്രയായിരിക്കും? ഇതായിരിക്കും എത്ര? 3 എന്ന് പറയണത്. ഇനി ഇതായിരിക്കും എന്ത്? 2 എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ്, കാരണം മിഡ് പോയിൻ്റ് ആണ് ഒറിജിൻ. അതായത് ഇതിൻ്റെ ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇത്. അപ്പോൾ ഇത് എത്രയായിരിക്കും? -3 ആയിരിക്കും. എക്സ് ഡാഷും വൈ ഡാഷും വരണോടത്തൊക്കെ ഏത് നമ്പേഴ്സ് ആയിരിക്കും? നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ അത് -3 ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ 2 ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഇത് എത്രയായിരിക്കും? -2 ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും കോർഡിനേറ്റ്സ് എഴുതാലോ. ഇനി ഈ പോയിൻ്റ് എടുത്തു. ഈ പോയിൻ്റ് ഫസ്റ്റ് എഴുതേണ്ടത് നമുക്ക് എന്താണ്? എക്സ് കോർഡിനേറ്റ്. അതായത് ഒറിജിനിൽ നിന്ന് ഈ പോയിൻ്റ് എങ്ങോട്ടേക്കാണ്? ലെഫ്റ്റിലോട്ടാണ്. ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എത്ര ഡിസ്റ്റൻസ് ആണ്? -3. ഓക്കെ, എക്സ് കോർഡിനേറ്റ് കിട്ടി. ഇനി ഒറിജിനിൽ നിന്ന് മുകളിലാണ് ഈ പോയിൻ്റ് കിടക്കണത്. ഒറിജിനിൽ നിന്ന് മുകളിലോട്ട് എത്ര ഡിസ്റ്റൻസ്? 2. അപ്പോൾ വൈ കോർഡിനേറ്റ് കിട്ടി. -3, +2 ആണ്. അടുത്ത വെർട്ടെക്സ് ഇതാണ്. ഇനി ഇതിൻ്റെ വെർട്ടെക്സ് നോക്കാൻ എന്ത് ചെയ്യണം? ആദ്യം എക്സ് കോർഡിനേറ്റ് വേണം. ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഈ പോയിൻ്റ് കിടക്കുന്നത്. അപ്പോൾ അത് എത്ര ഡിസ്റ്റൻസിലാണ് കിടക്കണത്? -3ൽ. ഒറിജിനിൽ നിന്ന് ഡൗൺ ആയിട്ടാണ്, അതായത് താഴോട്ടേക്കാണ് ഈ പോയിൻ്റ് കിടക്കണത്. എത്ര താഴോട്ടേക്കാണ്? അതാണ് ഇതിൻ്റെ വൈ കോർഡിനേറ്റ്. എത്ര താഴോട്ടാണ്? -2. മനസ്സിലായില്ല? എപ്പോഴും എന്ത് എഴുതണ്ടേ? ഫസ്റ്റ് എഴുതണം ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ എന്നുള്ളത്, ആ ഡിസ്റ്റൻസ് എഴുതാം. പിന്നെ മുകളിലോട്ട് താഴോട്ട് എന്നുള്ളതിൻ്റെ ഡിസ്റ്റൻസ് എഴുതാം. ഇനി അടുത്തത് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ്, അതായത് ഒറിജിനിൽ നിന്ന് ഈ ഭാഗത്താണ് അല്ലേ? ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഏതാ? 3 ആണ്. ഇനി ഈ പോയിൻ്റ് ഒറിജിനിൽ നിന്ന് താഴെയാണ് ഈ പോയിൻ്റ്. അപ്പോൾ ഇത് ഏത് പോയിൻ്റ് ആയിട്ടാണ്? -2. എല്ലാ കോർഡിനേറ്റും കിട്ടിയല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് തന്നത് എന്തായിരുന്നു? 3, 2 എന്ന നമ്പറാണ് തന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്തെഴുതാൻ പറ്റും? ഈ പോയിൻ്റ് 3 ആണെന്ന് കിട്ടി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് വൈ ആക്സിസിൽ ഏത് പോയിൻ്റാണ്? 2 ആണെന്ന് കിട്ടി. ഇനി അത് വെച്ചിട്ട് നമുക്ക് ബാക്കി ഈ വെർട്ടെക്സ് ഒക്കെ എഴുതാൻ പറ്റും.
ഇനി അടുത്തൊരു ഇത് നോക്കിയേ. അടുത്തത് ആകെ തന്നിരിക്കുന്നത് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ഈസ് ഈക്വിലാറ്ററൽ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ്സ് വെർട്ടിസസ് എന്നാണ്. അപ്പോൾ ഇത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ സൈഡ് 4, ഈ സൈഡും 4 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 വെർട്ടിസസ് ആണ്. 3 വെർട്ടിസസും കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ സിമ്പിളായിട്ട് എഴുതാൻ പറ്റണത് ഇത് മാത്രമേ ഉള്ളൂ, 0 0. ഈ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് 0 0, കാരണം ഇത് ഒറിജിൻ ആയതുകൊണ്ട്. ഇനി ഇതും കണ്ടുപിടിക്കണം, ഇതും കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചൂടെ? ഇത് എളുപ്പമല്ലേ? ഇത് നോക്കിയേ, ഇത് എവിടെ കിടക്കണ പോയിൻ്റാണ്? എക്സ് ആക്സിസിൽ കിടക്കണ പോയിൻ്റാണ്. എക്സ് ആക്സിസിൽ കിടക്കണ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള നീളം 4 ആണെങ്കിൽ ഇതെത്രയായിരിക്കും? 4 ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ പോയിൻ്റ് എങ്ങനെ എഴുതാം? 4, 0, കാരണം ഇത് എക്സ് ആക്സിസിലെ പോയിൻ്റ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0. 2 വെർട്ടെക്സ് കിട്ടി. ഇനി ഇതാണ് നമ്മുടെ ഒരു പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിതിനെ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ കൊണ്ടുവരാം. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതെന്തായി? 90 ഡിഗ്രി ആയി. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി അല്ലേ? റൈറ്റ് ആംഗിൾ നമുക്ക് എന്താ വേണ്ടത്? ഈ പോയിൻ്റാണ് വേണ്ടത്. ഈ പോയിൻറ്റിൻ്റെ എക്സ് ആക്സിസ് എത്രയാണെന്ന് നമുക്ക് അറിയാം. ഇവിടെ മൊത്തം 4 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ അർത്ഥം ഇതിങ്ങനെ പകുതിക്ക് മുറിച്ച് കഴിഞ്ഞാൽ ഇത് 2, ഇതും 2, അങ്ങനെയാണ് വരാം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള നീളമാണ് ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് അല്ലേ? ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് ഒറിജിനിൽ നിന്ന് എത്രത്തോളം റൈറ്റിലേക്ക് നീങ്ങി, എത്രത്തോളം നീങ്ങി? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ എന്ത് കിട്ടി? നമുക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടി 2. ഇനി ഒറിജിനിൽ നിന്ന് മുകളിലേക്ക് എത്രത്തോളം നീങ്ങി? അതാണ് അതിൻ്റെ വൈ കോർഡിനേറ്റ്. അത് നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം ഇവിടുത്തെ ഈ ഇത് നമുക്കറിയില്ല. ഇത് നമുക്ക് 2 എങ്ങനെയാണ് കിട്ടിയേ? ഇവിടെ താഴെ 4 സെൻറ്റിമീറ്റർ തന്നതുകൊണ്ട് ഈ മിഡ് പോയിൻ്റ് ഇവിടെ 2 വരുന്നത് കൊണ്ട് നമുക്കിത് 2 എന്ന് എഴുതാൻ പറ്റി. പക്ഷേ ഇവിടുത്തെ ഈ ഇത് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ വൈ കോർഡിനേറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കിയത്. അതായത് ഈ ട്രയാങ്കിൾ ഇവിടെ സെപ്പറേറ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇത് 2 സെൻറ്റിമീറ്റർ ആണ്, ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഇതാണ് എന്ത്? വൈ കോർഡിനേറ്റ്. ഈ നീളമാണ് വൈ കോർഡിനേറ്റ് അല്ലേ? ഇത് ഒറിജിനിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ഈ പോയിൻ്റ്, ഒറിജിനിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ഈ പോയിൻ്റ് എന്നുള്ളതാണ് എന്ത്? ഈ ഹൈറ്റ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ചെയ്തുകൂടെ? എന്ത് ചെയ്യണം? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ, അതായത് 4 സ്ക്വയർ മൈനസ് ഇത് ബേസ് സ്ക്വയർ, അതായത് 2 സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കിട്ടും. അതായത് 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 16 മൈനസ് 4, അതായത് 12. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ് എന്ത്? 12 എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു √12. √12 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? √4 × 3 എന്ന് എഴുതാം. 4ൻ്റെ റൂട്ട് എത്രയാ? 2. 3യുടെ റൂട്ട് എത്രയാ? √3 എന്ന് തന്നെ എഴുതാം. അപ്പോൾ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് എത്രയെന്ന് കിട്ടി? 2√3 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്ര കിട്ടി? 2√3 എന്ന് കിട്ടി. അപ്പോൾ ഈ വൈ കോർഡിനേറ്റ് എന്ത് കിട്ടി? 2√3. അപ്പോൾ 3 വെർട്ടിസസിൻ്റെയും കോർഡിനേറ്റ്സ് കിട്ടിയില്ലേ? അപ്പോൾ ഇത് രണ്ടും എളുപ്പത്തിൽ അപ്പം തന്നെ എഴുതാൻ പറ്റും. ഇത് ഒറിജിൻ ആയതുകൊണ്ട് 0 0, ഇത് എക്സ് ആക്സിസിൽ കിടക്കണ പോയിൻ്റ് ആയതുകൊണ്ട്, പിന്നെ ഈ നീളം 4 സെൻറ്റിമീറ്റർ തന്നതുകൊണ്ട് അപ്പോൾ ഇത് 4 ആണ്. പിന്നെ വൈ കോർഡിനേറ്റ്, എക്സ് ആക്സിസിലെ വൈ കോർഡിനേറ്റ് എന്താ? 0 ആയിരിക്കും. ഇനി അടുത്തത് ഈ പോയിൻ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഒരു ഇത് വരച്ചു. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം. അപ്പോൾ അത് എക്സ് കോർഡിനേറ്റ് ആയിട്ട് എഴുതി. ഇനി ഇവിടെ നിന്ന് മുകളിലേക്കുള്ള നീളം എത്രയാണെന്ന് അറിയണം. മനസ്സിലായല്ലോ? ഏത് പോയിൻ്റ് എഴുതുമ്പോൾ ആദ്യം തന്നെ ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ആ പോയിൻ്റ് എന്നുണ്ടെങ്കിൽ ആ ലെഫ്റ്റിലേക്കുള്ള അകലം, അല്ലെങ്കിൽ റൈറ്റിലേക്കാണ് ആ പോയിൻ്റ് എന്ന് റൈറ്റിലേക്കുള്ള അകലം, ലെഫ്റ്റിലേക്കാണെങ്കിൽ ആ അകലം,
അതിനുശേഷം മുകളിലേക്കുള്ള അകലം അല്ലെങ്കിൽ താഴേക്കുള്ള അകലം കണ്ടുപിടിച്ച് എഴുതുക. അപ്പോൾ ഇതാണ്